അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ഒരു അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ്. പണി കിട്ടുമോയെന്ന് അറിയില്ല, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്, പക്ഷെ പോയി നോക്കാം. അമ്പലം ഏതാന്ന് ഞാൻ പറയുന്നില്ല, അവിടെ എത്തിയതിന് ശേഷം നമുക്ക് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഏതാണ് അമ്പലം എന്നുള്ളത്. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഫോട്ടോസ് കണ്ടാൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ എൻട്രി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ അമ്പലം എന്ന്. അത്ര പ്രശസ്തമായിട്ടുള്ളൊരു അമ്പലമാണ്. എന്താണെങ്കിലും നല്ല ശക്തിയുള്ള ഒരു അമ്പലമാണ്. ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര വിശ്വാസമുള്ള അമ്പലമാണ്. ഇവിടെയുള്ള എന്നല്ല, ഈ ഒരു അമ്പലം കാണാൻ വേണ്ടി വിദേശികളടക്കം എത്രയോ പേര് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് പോയി നോക്കാം. ഞാൻ രാവിലെ പറഞ്ഞപ്പോൾ തന്നെ മഴയാണ്, പണി കിട്ടിയിട്ടുണ്ട്. എന്തായാലും പോയി നോക്കാം. അപ്പം ഞാൻ രാവിലെ പറഞ്ഞില്ലേ നമ്മളൊരു അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന്. അപ്പം ഇതാണ് അമ്പലം. ഞാൻ പേര് പറയണ്ടല്ലോ, പേര് പറയേണ്ട തന്നെ ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് എത്തിയത്. ഇപ്പം നമുക്ക് കയറി തൊഴാൻ പറ്റുന്നൊരു ടൈമാട്ടോ. ഒരു 8 to 10 മണി വരെ എന്തായാലും കയറാൻ പറ്റുന്നൊരു സമയമാണ്. ടൈമിംഗ് ഉണ്ട്, പല സമയത്ത് ചില സമയങ്ങളിലൊക്കെ ക്ലോസിങ് ആയിരിക്കും, ചില സമയങ്ങളിൽ മാത്രമേ ഓപ്പൺ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 12 മണിക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ പിന്നെ വൈകിട്ട് 5 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ സാധാരണ നമ്മൾ അമ്പലങ്ങളിൽ പോകുന്ന പോലെ പിന്നെ ഫോണ് കാര്യങ്ങൾ ബാഗ് ഒന്നും കൊണ്ടും ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ഏൽപ്പിച്ച് അവിടെ സൂക്ഷിക്കാൻ കൗണ്ടറുകളുണ്ട്. അവിടെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. അതല്ലാതെ ചുരിദാർ അങ്ങനത്തെ വേഷങ്ങൾ പാൻറ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല. കാരണം എന്താ വെച്ചാൽ അതിനെ ഇവിടെ മാറ്റിയെടുക്കാൻ വേണ്ടി അവർ മുണ്ട് കൊടുക്കുന്നുണ്ട്. പേബിളാണ്, പക്ഷെ എന്നാലും അങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ദൂരസ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിലും കയറാൻ പറ്റാതെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. പിന്നെ എല്ലാ ഐറ്റംസും ഞാൻ പറഞ്ഞില്ല, എല്ലാ സാധനങ്ങളോട് വെച്ച് ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളെ അതിനുള്ളിലേക്ക് കടത്തി വിടുള്ളൂ. അപ്പോൾ അതിനുള്ളിലേക്ക് നമുക്ക് ഫോൺ ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം അത്രയും സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട് ഇവിടെ. ഇവിടേക്ക് എല്ലായിടത്തും പോലീസ് തന്നെയാണ് പോലീസ് എല്ലാം മിലിറ്ററിയാണ്. കാണുന്നുണ്ടല്ലോ, ഈ ഒരു വ്യൂ കാണാൻ ഏറ്റവും ഭംഗി എനിക്ക് തോന്നുന്നത് രാത്രിയിലായിരിക്കും. ആ ലൈറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വരുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ എത്തുമ്പം മഴ മാറി വെയിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം മഴക്കാർ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് കയറണമെങ്കിൽ സാരി അങ്ങനത്തെ സാധനങ്ങൾ തന്നെ എടുത്തിട്ട് വരണം. ആണുങ്ങളാണെങ്കിൽ മുണ്ടെടുത്തിട്ട് വരണം. പിന്നെ ലേഡീസ് ആണെങ്കിൽ സെറ്റ് സാരി വേണമെങ്കിൽ സാരി വേണമെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ധാവണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കയറാം. ചുരിദാർ കാര്യങ്ങളൊന്നും എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് കയറാൻ പാടില്ല. പിന്നെ നമുക്ക് എത്ര ദൂരത്തു നിന്ന് വരികയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മൾ ഏത് ഡ്രസ്സിൽ വന്നാലും ഇവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പം അത് പേബിൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ വസ്തുക്കളെല്ലാം സൂക്ഷിച്ച് വെക്കാനും ഇവിടെ ഒരു കുറേ ടീംസ് ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒന്നും ഉള്ളിലേക്ക് കയറ്റി വിടില്ല. നമ്മൾ ഫോണൊക്കെ ബാഗ് ഒരു സാധനങ്ങളും അങ്ങോട്ടേക്ക് ഉള്ളോട്ടേക്ക് കയറ്റി വിടില്ല. നമുക്ക് ഫുൾ ബോഡി ചെക്കപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ പറ്റുക. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് യാതൊന്നും കൊണ്ടുപോകാൻ പാടില്ല. നല്ല സ്ട്രിക്റ്റ് ആണ്, നല്ല ചെക്കിങ് ഉണ്ടായിരിക്കും. അപ്പം
അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാറ്റി നിർത്തും. നമ്മൾ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ പോലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവർ മാറ്റി നിർത്തും, ഉള്ളിലോട്ടേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കില്ല. നമ്മൾ എല്ലാ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന സമയത്ത് പ്രത്യേക ഒരു എനർജി നമ്മളിലേക്ക് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ പത്മനാഭന്റെ ഒരു മായോ മന്ത്രമാണോ നമുക്കറിയില്ല, പക്ഷെ ഭയങ്കര ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ ഇരിക്കാൻ തോന്നും. നമുക്ക് അങ്ങനെ ഒരു ബോറടി അല്ലെങ്കിൽ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവില്ല. ഭയങ്കര ഒരു രസമായിരിക്കും ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് സമയം ഇവിടെ വന്നിങ്ങനെ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു രസമായിരിക്കും. രാവിലെ 3:30 മുതൽ 4:45 വരെയാണ് ആദ്യത്തെ ദർശന സമയം വരുന്നത്. ആ സമയം നമ്മൾ വരികയാണെങ്കിൽ ഇത്ര അധികം തിരക്ക് നമുക്ക് ഫീൽ ചെയ്യില്ല. നല്ല സുഖമായിട്ട് നമുക്ക് കണ്ട് ദർശനമൊക്കെ വാങ്ങിച്ചിട്ട് തന്നെ പോകാൻ പറ്റും. പിന്നീട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു വെച്ചാൽ ഒരു 6:30 മുതൽ 7:30 വരെയാണ്. 6:30 മുതൽ 7 മണി വരെയാണ് പിന്നീടുള്ള സ്റ്റാർട്ടിങ്. പിന്നീട് നമുക്ക് നട തുറക്കുന്ന ഒരു സമയം വരുന്നത്. പിന്നെ നമുക്കൊരു 8:30 മുതൽ 10 മണി വരെയും 10:30 മുതൽ 11:10 വരെയും പിന്നീട് നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും. ഏകദേശം 11:45 മുതൽ 12 മണി വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നട ഓപ്പൺ ആവുന്നത് ഒരു 5 മണിക്ക് ശേഷം മാത്രമാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശനമൊന്നും ഉണ്ടാവില്ല. നല്ല എപ്പോഴും ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ്ങോട് കൂടിയാണ് നടക്കുന്നത് കേട്ടോ. പിന്നെ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. അതിനെക്കൊണ്ട് തന്നെ നല്ല തരം സെക്യൂരിറ്റികളുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ഒരുപാട് ന്യൂസുകളിൽ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്രയധികം സെക്യൂരിറ്റികളെ വെച്ചുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തരും നമുക്ക് കാണാൻ വേണ്ടിയുള്ള ഒരു അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഹിന്ദുക്കൾക്ക് മാത്രമേ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. അന്യ മതക്കാർക്ക് ആർക്കും ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. കാണുമ്പോൾ നമുക്ക് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കണമെന്നൊക്കെ തോന്നുമെങ്കിലും ഇവിടേക്ക് അങ്ങനെ പ്രവേശനമില്ല, ഇറങ്ങാൻ പാടില്ല. ചെറിയൊരു കാറ്റൊക്കെ അടിച്ചിട്ട് നല്ലൊരു മൂടുണ്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത്. നല്ല മഴ വിടുന്നുണ്ട്. അടുത്തൊരു മഴയ്ക്ക് മുന്നേ വേഗം വീട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ തിരുവനന്തപുരം ആയതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. എപ്പോഴാണെങ്കിലും റോഡ് നല്ല ബ്ലോക്ക് ആയിരിക്കും പോകുന്ന സമയത്തൊക്കെ. നമുക്കിപ്പം
ഇതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഡ്രസ്സിന്റെ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ. എത്രയോ പേര് ഇവിടെ വെറുതെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഈ നല്ല തിരക്കുള്ള ഒരു സിറ്റിയിൽ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുമ്പോൾ നമുക്ക് ആ തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആയി റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് തോന്നി. ഇതിനു മുന്നേ ഞാൻ ഇവിടെ വൈകുന്നേരം ഒരു സമയത്ത് വന്നിട്ടുണ്ട്. അമ്പലത്തിനുള്ളിലേക്ക് കയറിയിട്ടില്ല, ജസ്റ്റ് ഇത് കൂടെ പാസ് ചെയ്ത സമയത്തൊക്കെ ഇവിടെ ഒരുപാട് പേരിങ്ങനെ ഇവിടെ മൊത്തത്തിൽ കുറേ പേരിങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ ഫീലിങ്സ് മനസ്സിലായില്ല. അപ്പൊ ഇവിടെ വന്ന് എനിക്കിരിക്കുമ്പോൾ അതിന്റെ ഫീലിങ്സ് മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഈ തിരക്കുകളൊന്നും നമ്മളെ ഈ ഒരു ഏരിയ ഇങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തിരക്കുകളൊന്നും നമുക്ക് ബാധിക്കുന്നില്ല. ഒരു പ്രത്യേക ഒരു എനർജി ഉണ്ട് നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത്. അമ്പലത്തിൽ പോയിരിക്കുമ്പോൾ ഭയങ്കര ഫീലിങ്സ് ആട്ടോ. എന്താ പറയാ, കുറേ കല്ലിന്റെ കുറേ ഇതും എന്താണെന്ന് അറിയില്ല, എങ്ങനെ പറയണമെന്നും അറിയില്ല. പക്ഷെ ഭയങ്കര ഒരു ആ അമ്പലങ്ങളിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് അല്ലേ. ഒരുവിധം എല്ലാ അമ്പലങ്ങളും നമ്മൾ പോയിരിക്കുന്ന സമയത്തൊക്കെ അങ്ങനത്തെ ഒരു ഫീലിങ്സ് തന്നെ നമുക്ക് കിട്ടാറ്. ഇപ്പൊ ഈ ആൾത്തറയിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് ഇല്ലേ, അതേപോലെ തന്നെ. പക്ഷെ ഭയങ്കര ഒരു എനർജി തോന്നും അന്നത്തെ ദിവസം. നമുക്കൊരു എന്താ പറയാ, ഭയങ്കര ഒരു ഉണർവ് തോന്നും. നമ്മുടെ അന്നത്തെ ദിവസം സക്സസ് ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അമ്പലം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു അല്ലെ, കാണുമ്പോൾ തന്നെ ആ ഒരു അമ്പലം എന്ന് പറഞ്ഞാല് എന്താ പറയാ, അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഇത് കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഒരു അമ്പലം കേട്ടോ, ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു അമ്പലമാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല സമ്പത്തുള്ള ഒരു അമ്പലവും കൂടിയാണ്. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കുറേ കാലങ്ങളായിട്ട് മീഡിയയിൽ മെയിൻ ആയിട്ടൊരു ചർച്ച നടന്നുകൊണ്ടിരുന്നത് ഈ ഒരു അമ്പലത്തിനെ കുറിച്ച് തന്നെയാണ്. അപ്പം അതൊന്നും നമുക്കറിയണ്ട, അതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ അമ്പലത്തിൽ വന്നാൽ നല്ലൊരു എനർജി കിട്ടുന്നുണ്ട്. അതിനെ മാക്സിമം എല്ലാവരും വരണം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ജസ്റ്റ് വന്ന് കണ്ടിട്ട് പോകുന്നതൊക്കെ നല്ലത്. കാരണം ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ഒരു അമ്പലം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ട് നമ്മൾ വന്ന് കണ്ടിട്ടില്ലെങ്കിൽ വളരെ മോശമായി പോകും. അപ്പം ഒന്ന് വരിക, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവാ. അപ്പൊ നമുക്കിത് കിളികൾ ഇവിടെ മീനുണ്ട്, ഇത് ഇട്ടെടുക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു പാത്രത്തിൽ പറഞ്ഞ് കിട്ടും. ഇതിന് ഏകദേശം 20 രൂപ റേറ്റ് വരും. ഇങ്ങനെ കുറച്ചും കൂടി ഉണ്ടാവും കേട്ടോ, കുറച്ചും കൂടി. അത് മോനെടുത്തിട്ട് ഇട്ടതാണ്. അപ്പൊ ഇതിൽ ഇത്ര വരെ ഫുള്ളായിട്ട് ഉണ്ടായിരിക്കും. അതിൽ തിന്നാൻ മീൻ മാത്രമല്ല പ്രാവും വന്നിരിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം, ഇവിടെ ജസ്റ്റ് ഇടുമ്പോൾ തന്നെ കാണാം ഇവരെല്ലാവരും കൊണ്ട് വരും. ഇവിടെ വെച്ചെടുക്കുമ്പോ അവർക്കൊരു പേരുണ്ട്, നമ്മൾ വല്ല പിടിക്കാനെങ്ങാനാണോ എന്നുള്ളൊരു പേരുണ്ട്. അത് ഇങ്ങോട്ടേക്ക് അങ്ങനെ വരില്ല, കുറച്ച് കഴിഞ്ഞാൽ വന്നോളൂ. എടാ മീനിട്ട് എടുക്കടാ, എന്ത് രസമല്ലേ കാണാൻ മീനിന്. അതൊക്കെയാ അടിപൊളി കാഴ്ച. അതൊക്കെ കിട്ടാ.